ഹലോ ഫ്രണ്ട്സ്, മനോലയുടെ ഗോവയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന് 4-2 മികച്ച വിജയം സ്വന്തമാക്കാൻ സാധിച്ചത് കേവലം പ്ലേയേഴ്സ് തിരിച്ചു നേടിയ തങ്ങളുടെ പോസിറ്റീവ് മെന്റാലിറ്റി കൊണ്ട് മാത്രമല്ല, ഇവൻ താൻ ഇതുവരെ യൂസ് ചെയ്യാത്ത ചേഞ്ചസ് അറ്റാക്കിംഗ് സ്ട്രക്ചറിലും ടാക്ടിക്സിലും കൊണ്ടുവന്നത് കൊണ്ടുകൂടിയാണ്. അപ്പോൾ ഇവൻ്റെ ഈ പുതിയ സ്ട്രക്ചർ എത്തരത്തിലാണെന്നും അത് ഗോവയ്ക്കെതിരെ എത്തരത്തിലാണ് വർക്ക് ആയത് എന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും സ്പോർട്സ് സ്റ്റഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇവാൻ ഈ മത്സരത്തിൽ അദ്ദേഹം അധികമായി യൂസ് ചെയ്യാത്ത ഒരു സെൻട്രൽ മിഡ്ഫീൽഡറും 2 സെൻട്രൽ ബാക്കുകളും അടങ്ങുന്ന ഒരു 3-man ഡിഫൻസീവ് ബിൽഡപ്പ് സ്ട്രക്ചറിൽ നിന്നാണ് ഡിഫൻസിൽ നിന്ന് ബിൽഡപ്പ് നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ട്രക്ചറിൽ നിന്നുള്ള ഒരു ബിൽഡപ്പ് തന്നെയാണ് ഗോവയുടെ സ്ട്രൈക്കറും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും നടത്തുന്ന പ്രസിങ്ങിനെ മറികടന്ന് സെക്കൻഡ് ഹാഫിൽ ഡിഫൻസിൽ കൂടുതൽ സമയം ബോൾ പൊസിഷൻ നിലനിർത്തി ബ്ലാസ്റ്റേഴ്സിന് വേണ്ട അറ്റാക്കിംഗ് നടത്തുവാൻ സഹായകമായത്. ഇത്തരത്തിൽ മിഡ്ഫീൽഡേഴ്സിനെ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് 3-man സെൻറ്റർ ബാക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള സ്ട്രക്ചർ മോഡേൺ ഡേ ഫുട്ബോളിൽ പലരും യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ISL ഇത് കൂടുതലായി മികച്ച രീതിയിൽ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് ഒഡീഷയുടെ കോച്ചായ ലൊബേറോയാണ്. ലൊബേറയുടെ ഈ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോ നമ്മൾ ലേറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ എൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ആ വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഗോവയ്ക്കെതിരായ ഈ മത്സരത്തിൽ ഈ 3-man സ്ട്രക്ചറിൽ നിന്നും ബിൽഡപ്പ് നടന്ന ബ്ലാസ്റ്റേഴ്സ് എത്തരത്തിലാണ് ബിൽഡപ്പും അറ്റാക്കും നടത്തിയതെന്ന് വളരെ സിമ്പിളായി പറഞ്ഞാൽ, ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സായ ജെയ്ക്സ് നൊവീബിനോ, ഇവരിൽ ഒരാൾ 2 സെൻട്രൽ ബാക്കുകളായ ഹോർമിയുടെയും ഡ്രിങ്കിച്ചിൻ്റെയും ഇടയിലേക്ക് ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങിക്കൊണ്ട് ഒരു 3-man വൈഡ് സെൻട്രൽ ബാക്ക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് 2 ഫുൾ ബാക്കുകളായ സന്ദീപിനെയും നവോച്ചയും 2 ഫ്ലാങ്കിലൂടെയും ഓവർലാപ്പ് റണ്ണിന് വിട്ടുകൊണ്ടുള്ള ഒരു ബിൽഡപ്പ് അറ്റാക്കായിരുന്നു ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരുന്നത്. ഇത്തരത്തിൽ 3-man സെൻട്രൽ ബാക്ക് സ്ട്രക്ചറായി ബ്ലാസ്റ്റേഴ്സ് മാറുന്നത് കൊണ്ട് തന്നെ ഗോവയുടെ ഫോർവേഡിൽ കളിക്കുന്ന സ്ട്രൈക്കറായ സദോയ്ക്കോ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ ഹെരേരയ്ക്കോ അത്ര എളുപ്പം പ്രസ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ബോൾ വിൻ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ശരിക്കും ഇവർക്ക് ബോൾ പ്രസ് ചെയ്ത് വിൻ ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻറ്റർ ബാക്കുകളുടെ ഇടയിലേക്ക് ഡ്രോപ്പ് ചെയ്ത് നിൽക്കുന്ന സെൻട്രൽ മിഡ്ഫീൽഡറിന് പുറമെ മിഡ്ഫീൽഡിൽ അവൈലബിൾ ആയിട്ടുള്ള സെക്കൻഡ് സെൻട്രൽ മിഡ്ഫീൽഡർ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് ഗോവയുടെ മിഡ്ഫീൽഡേഴ്സിനും സ്ട്രൈക്കർമാർക്കും ഇടയിലായിട്ടുള്ള ഒരു പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. ഇത്തരത്തിലൊരു പൊസിഷനിലേക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ സെക്കൻഡ് സെൻട്രൽ മിഡ്ഫീൽഡർ വരുന്നതോടുകൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലെ 3 പ്ലേയേഴ്സുകൾക്കും മിഡ്ഫീൽഡിലെ സെൻട്രൽ മിഡ്ഫീൽഡർക്കും ഇടയിൽ 2 ട്രയാങ്കിൾ പാസിംഗ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗോവയുടെ 2 സ്ട്രൈക്കർമാർക്ക് അത്ര എളുപ്പം ബോൾ പ്രസ് ചെയ്ത് വിൻ ചെയ്യുക എന്നത് അസാധ്യമാണ്. എങ്കിലും ഇവിടെ ഗോവയുടെ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിന് ഡിഫൻസീവ് സെൻട്രൽ മിഡ്ഫീൽഡർ പോസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്ത് നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ സെൻട്രൽ മിഡ്ഫീൽഡറെ മാർക്ക് ചെയ്ത് കളിച്ചുകൊണ്ട് ഇവന്റെ ഈ ബിൽഡപ്പ് സ്ട്രാറ്റജി തകർക്കാൻ സാധിക്കേണ്ടതാണ്. എന്നാൽ ഇത്തരത്തിലൊരു നീക്കം മനോല ഗോവയിലൂടെ നടത്തുവാതെ ഇരിക്കുവാനായി സീർണിച്ച് എന്ന സെക്കൻഡ് സ്ട്രൈക്കിലൂടെ ഇവൻ മികച്ചൊരു നീക്കം നടത്തിയിരുന്നു. അതായത് സീർണിച്ച് ഇത്തരത്തിൽ ബിൽഡപ്പ് സമയത്ത് മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് ഓവർലാപ്പ് ചെയ്തു വരുന്ന 2 ഫുൾ ബാക്കുകളുടെ കൂടെ ചേർന്നും അതുപോലെ ഇൻവേർട്ടഡ് വൈഡ് മിഡ്ഫീൽഡേഴ്സായി കളിക്കുന്ന വൈഡ് മിഡ്ഫീൽഡേഴ്സിന്റെ കൂടെ ചേർന്നും ഒരു 4-man അല്ലെങ്കിൽ 5-man സ്ട്രക്ചർ മിഡ്ഫീൽഡിൽ ക്രിയേറ്റ് ചെയ്യുന്നു. കൂടുതലും ഒരു 4-man സ്ട്രക്ചറിലേക്ക് ആയിരുന്നു മാറിയിരുന്നത്. അതായത് വൈഡ് മിഡ്ഫീൽഡേഴ്സിൽ സക്കായോ രാഹുലിൽ ഒരാളായിരിക്കും ഇത്തരത്തിൽ ഇൻവേർട്ടഡ് വൈഡ് മിഡ്ഫീൽഡറായി കളിച്ചുകൊണ്ട് സീർണിച്ചിന്റെ കൂടെ മിഡ്ഫീൽഡ് ഏരിയയിൽ 2 സെൻട്രൽ മിഡ്ഫീൽഡർ പോസ്റ്റിലേക്ക് ചേഞ്ച് ആയി നിൽക്കുക. ഇവർക്കിടയിലേക്കാണ് 2 ഫുൾ ബാക്കുകളായ നവോച്ചയും സന്ദീപും ഓവർലാപ്പ് ചെയ്തു വന്ന് മിഡ്ഫീൽഡ് ഏരിയയിൽ ഒരു 4-man സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിരുന്നത്. കളിയിൽ കൂടുതലും സക്കായായിരുന്നു ഇത്തരത്തിൽ ഇൻവേർട്ടഡ് വൈഡ് മിഡ്ഫീൽഡറായി കളിച്ചുകൊണ്ട് സീർണിച്ചിന്റെ കൂടെ മിഡ്ഫീൽഡ് പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. രാഹുലിനാണെങ്കിൽ ദിമിയുടെ കൂടെ കുറച്ച് അഡ്വാൻസായി സ്ട്രൈക്കർ പോസ്റ്റിലേക്ക് മാറിയിട്ടായിരുന്നു കൂടുതലായി കണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഡിഫൻസീവ് മിഡ്ഫീൽഡർ പോസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്ത് നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ സെൻട്രൽ മിഡ്ഫീൽഡറിന് പുറകിലായി 2 ഫുൾ ബാക്കുകളായ നവോച്ചയും സന്ദീപും അതുപോലെ ഒരു വൈഡ് മിഡ്ഫീൽഡറായ സക്കായും സെക്കൻഡ് സ്ട്രൈക്കറായ സീർണിച്ചും അടങ്ങുന്ന ഒരു 4-man സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ പോസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്ത സെൻട്രൽ മിഡ്ഫീൽഡറെ ഗോവയുടെ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ മാർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ മിഡ്ഫീൽഡിൽ 4:3 എന്നൊരു അഡ്വാൻറ്റേജിൽ ബ്ലാസ്റ്റേഴ്സിന് ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് മിഡ്ഫീൽഡിൽ നേടാൻ സാധിക്കും. ഇതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ മിഡ്ഫീൽഡിൽ ഈ 4-man സ്ട്രക്ചറെ മാർക്ക് ചെയ്തുകൊണ്ട് ഗോവയുടെ മിഡ്ഫീൽഡിലെ പ്ലേയേഴ്സായ 2 വൈഡ് മിഡ്ഫീൽഡേഴ്സിനും 2 സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിനും പൊസിഷനിൽ സ്റ്റിക്ക് ചെയ്ത് തന്നെ കളിക്കേണ്ടി വന്നു. ഇവൻ്റെ ഇത്തരത്തിലൊരു നീക്കം ഡിഫൻസീവ് മിഡ്ഫീൽഡർ പോസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്ത് നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ സെൻട്രൽ മിഡ്ഫീൽഡറിന് ഗോവയുടെ മിഡ്ഫീൽഡിലെ പ്ലേയേഴ്സിൽ നിന്ന് വലിയ പ്രസിംഗ് വരാതെ തന്നെ ഗോവയുടെ സ്ട്രൈക്കേഴ്സിനും സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിനും ഇടയിൽ നിന്നുകൊണ്ട് മികച്ച പാസിംഗ് നടത്തുവാൻ സഹായകരമായി. അങ്ങനെ ഇത്തരത്തിൽ ബിൽഡപ്പ് നടത്തുന്ന ബ്ലാസ്റ്റേഴ്സ് 3-1-4-2 എന്ന സ്ട്രക്ചറിലാണ് കൂടുതൽ സമയം ഉണ്ടായിരുന്നതെങ്കിൽ പോലും സീർണിച്ചും സക്കായും രാഹുലും അടക്കം പലപ്പോഴായി മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നുകൊണ്ട് ഡിഫൻസിൽ നിന്നും പാസ് സ്വീകരിച്ച് അവിടെ നിന്ന് ബിൽഡപ്പ് നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള ബിൽഡപ്പിലൂടെ അറ്റാക്കിംഗ് തേടിലെത്തുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ഫോർവേഡിൽ 2 സെൻട്രൽ ബാക്കുകളും ഒരു സെൻട്രൽ മിഡ്ഫീൽഡറും ഒഴികെയുള്ള 7 പ്ലേയേഴ്സിനെ വരെ നിലനിർത്തിക്കൊണ്ട് ഒപ്പോണന്റ് ബോക്സിലേക്ക് അറ്റാക്കിംഗ് നടത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സ് അറ്റാക്കിംഗ് നടത്തുമ്പോൾ ഒപ്പോണന്റ് ബോൾ ഇന്റർസെപ്റ്റ് ചെയ്ത് കൗണ്ടർ അറ്റാക്കിംഗ് നടത്തിയാലും 2 സെൻട്രൽ ബാക്കുകളും ഒരു സെൻട്രൽ മിഡ്ഫീൽഡറും അടങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലെ 3 പ്ലേയേഴ്സ് മിഡിൽ തേർഡിൽ വൈഡായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവരെ മറികടന്ന് പോവുക എന്നത് ഒപ്പോണന്റ് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തായാലും ഇവന്റെ ഈ പുതിയ 3-1-4-2 എന്ന ബിൽഡപ്പ് സ്ട്രക്ചറിൽ നിന്നുകൊണ്ടുള്ള അറ്റാക്കിംഗ്
പഴയ 4-4-2 സ്ട്രക്ചറിലെ ഫുൾ ബാക്കിൽ ഓവർലാപ്പ് ചെയ്ത് നടത്തുന്ന അറ്റാക്കിങ്ങിനേക്കാൾ വളരെ മികച്ചമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഡിഫൻസിൽ സെൻട്രൽ ബാക്കുകൾ വൈഡായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവൻ്റെ പഴയ അറ്റാക്കിംഗ് സ്ട്രക്ചറിലെ ഫുൾ ബാക്കുകളുടെ പുറകിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വീക്ക് സ്പേസുകൾ ഇവൻ്റെ ഈ പുതിയ അറ്റാക്കിംഗ് സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ബിൽഡപ്പ് നടത്തുന്ന സമയം ഡിഫൻസിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന മത്സരങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സ് ഈ ബിൽഡപ്പ് സ്ട്രക്ചർ യൂസ് ചെയ്യുന്നതായിരിക്കും ഡിഫൻസിന് കുറച്ചുകൂടി നല്ലത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വരാൻ പോകുന്ന മത്സരങ്ങളിൽ ഇവൻ ഈ പുതിയ ബിൽഡപ്പ് സ്ട്രക്ചർ യൂസ് ചെയ്യുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.